നമസ്കാരം, ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. ഇന്ന് നമുക്ക് പറയേണ്ട ഒരു പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ആയിരുന്ന നമ്മുടെ MT രണ്ടക്ഷരം. അദ്ദേഹം MT വാസുദേവൻ നായർ എന്നറിയപ്പെടുന്നതിലും പകരം MT അറിയുന്നതാണ് നമുക്കെല്ലാവർക്കും സന്തോഷവും സുപരിചിതവും. എൻ്റെ വായനാശീലങ്ങളിൽ ഒരു പ്രധാന പങ്ക് അദ്ദേഹത്തിൻ്റെ നോവലുകളായിരുന്നു. വായനയിൽ തുടക്കക്കാരനെന്ന നിലയിൽ ആദ്യം നമ്മൾ വായിക്കുന്നതൊക്കെ മിക്കവാറും ഡിറ്റക്റ്റീവ് നോവലുകളായിരിക്കും എന്നാണ് എൻ്റെ രീതി. ഞാൻ അങ്ങനെയായിരുന്നു. പിന്നീടാണ് മുട്ടത്തുവർക്കി, കാനയിലെ അങ്ങനെ പോകുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ MTയിലേക്ക് കിടക്കുന്നത്. MTയുടെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറകോട്ടം ചിന്തിക്കാൻ പറ്റില്ല. ഓരോ മനുഷ്യ മനസ്സുകളുടെ ദുഃഖം, സ്നേഹം ഒക്കെ അതിനകത്ത് പുള്ളിക്കാരൻ വാചാലമായി എഴുതി വച്ചിട്ടുണ്ട്. അത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്, സിനിമകളിൽ അദ്ദേഹം കൂടുതൽ വാചാലതയാവാതെ, അതായത് ഡയലോഗുകളില്ലാതെ സൈലൻ്റായിട്ട് ചില റിയാക്ഷൻസ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഐ.ശശി സിനിമകളിലും ഹരിഹരൻ സാർ എടുക്കുന്ന സിനിമകളിലും അദ്ദേഹം കൂടുതൽ തിരക്കഥ എഴുതിയിട്ടുള്ള ഈ രണ്ട് സംവിധായകരാണ്. രണ്ടുപേരും കോഴിക്കോട്ടുകാരാണ്. അതുകൊണ്ട് മാത്രമല്ല, നല്ല കലാകാരന്മാരാണ് അവർ. എൻ്റെ സർട്ടിഫിക്കറ്റൊന്നും അവർക്ക് ആവശ്യമില്ല. ഞാൻ അവരിൽ എത്രയോ താഴെയാണ്. ഐ.ശശി എന്ന് പറയുന്നത് അദ്ദേഹം ദൃശ്യമാധ്യമങ്ങളിൽ ഏത് രീതിയിലും കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഹരിഹരൻ സാറ് ലേഡീസ് സോഷ്യൽ തുടങ്ങി കോളേജുകൾ, അങ്ങനെ കോമഡി ചിത്രങ്ങളിൽ വന്ന് നല്ല സിനിമകളിലേക്ക് കളം മാറിയ ഒരു സംവിധായകനാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നമുക്കറിയാം. പഴശ്ശിരാജയൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോഴും MTയുടെ ഏതൊരു സംഭവത്തിനും അതിൻ്റെ നിറം പകരുന്നത് ഒരു സംവിധായകൻ തീർച്ചയായിട്ടും ഹരിഹരൻ സാർ തന്നെയായിരിക്കും. MTയുടെ ആദ്യത്തെ സിനിമ ആവുന്നത് മുറപ്പെണ്ണ് എന്ന നോവലാണ്. അതിനൊരു കഥയുണ്ട്. ചിറയൻകീഴ് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പ്രേംനസീറിൻ്റെ കൂടെ കളിച്ചു വളർന്ന ആളാണ് ശോഭന പരമേശ്വരൻ നായർ. ചിറയൻകീഴ് ശാർക്കര ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിൽ ആ വിശാലമായ മൈതാനത്ത് ഞാനിപ്പോഴും അവിടെ പോയിരിക്കാറുണ്ട്. ഗതകാല സ്മരണകൾ അയവിറക്കാറുണ്ട്. കളിച്ചു വളർന്നവരാണ് ശോഭന പരമേശ്വരൻ നായരും പ്രേംനസീർ അബ്ദുൽ ഖാദർ. പിൽക്കാലത്ത് അബ്ദുൽ ഖാദർ പ്രേംനസീർ ആയതും ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ ക്ഷേത്രത്തിലേക്ക് ഒരു ആനയെ നടക്കി വെച്ചതൊക്കെ നമുക്കറിയാം. നസീർ സാറ് സിനിമാ നടനായ ശേഷമാണ് പരമേശ്വരൻ നായർ സാർ ഇവിടെ നിന്ന് തൃശ്ശൂർ ഒരു സ്റ്റുഡിയോ ആരംഭിച്ചു, ശോഭന സ്റ്റുഡിയോ. അങ്ങനെയാണ് ശോഭന പരമേശ്വരൻ നായരായത്. അദ്ദേഹത്തിൻ്റെ പൂജക്കെടുക്കാത്ത പൂക്കൾ എന്ന ചിത്രത്തിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. എൻ്റെ ഗുരുനാഥൻ ശങ്കരൻ നായർ സാറായിരുന്നു അതിൽ സംവിധായകൻ. പ്രേംനവാസ് സാറായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. പരമേശ്വരൻ നായർ സാറും പ്രേംനവാസ് സാറും. മധു സാറായിരുന്നു അതിൽ നായകൻ, ഷീലാമ്മ നായിക, എൻ്റെ ഉണ്ണിമേരി ഒക്കെ ഉണ്ടായിരുന്ന നല്ലൊരു ചിത്രമാണ്. അതിൽ ഞാൻ സഹസംവിധാനമായിരുന്നു. ശോഭന പരമേശ്വരൻ നായർ സാറും ശങ്കരൻ നായർ സാറും പ്രേംനവാസ് സാറുമായിരുന്നു മദ്രാസിയിലെ ജാഫർ ഖാൻപേട്ടയിൽ ഒരുമിച്ച് താമസിച്ചിരുന്നവർ. പ്രേംനസീർ സാറിൻ്റെ റെക്കമെൻഡേഷനിലാണ് ഞാൻ ശങ്കരൻ നായർ സാറിൻ്റെ കൂടെ അസോസിയേറ്റായിട്ട് പോകുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ നല്ല ബന്ധത്തിൽ ഒക്കെ ആയിരുന്നു. അപ്പോൾ എപ്പോഴും ഈ മുറപ്പെണ്ണ് എന്ന സിനിമയെക്കുറിച്ച് ഞാനിങ്ങനെ ഓരോ സംസാരിക്കുമ്പം പരമേശ്വരൻ സാറ് ഈ സാഹിത്യ കാര്യങ്ങൾ സംസാരിക്കുന്ന പരമേശ്വരൻ സാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും നല്ല മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ടാണ്. അല്ലാതെ വെറും കമേഴ്സ്യൽ എലമെൻറ്റ്സ് മാത്രം എടുക്കുന്ന ഒരു നിർമ്മാതാവായിരുന്നില്ല ശോഭന പരമേശ്വരൻ നായർ സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡിയോയിൽ സന്ദർശകനായിരുന്നു നമ്മുടെ MT. അന്ന് തൃശ്ശൂരുള്ള മിക്കവാറും സാഹിത്യകാരന്മാരും കലാകാരന്മാരൊക്കെ ഈ ശോഭന സ്റ്റുഡിയോയിൽ വരാറുണ്ട്. അത് പരമേശ്വരൻ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയെല്ലാം വായിക്കുന്ന കൂട്ടത്തിൽ ഈ മുറപ്പെണ്ണിനെ കുറിച്ച്, അതായത് MTയുടെ ആദ്യത്തെ നോവലാണ്, പുസ്തക രൂപത്തിൽ വരുന്ന ആദ്യത്തെ നോവൽ മുറപ്പെണ്ണാണ്. അത് സിനിമയാക്കാൻ വേണ്ടിയിട്ട് പരമേശ്വരൻ സാറ് MT സാറിനോട് പറയുന്നു.
എം ടി പറഞ്ഞു കഥ തരാം, പക്ഷേ എനിക്ക് തിരക്കഥ എഴുതി പരിചയമില്ല, അത് സിനിമ രീതിയിലുള്ള അറിയുന്ന ആളിനെ കൊണ്ട് എഴുതിക്കാൻ അദ്ദേഹം പറഞ്ഞു. പ്രൊഫസർ നായർ പറഞ്ഞു അത് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരാളെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിനകത്തൊരു തിരക്കഥയുണ്ട്. ഈ സംഭാഷണം ഇതിലുള്ള സംഭാഷണം പോലെ വരെ എഴുതാൻ ഇന്ന് ആർക്കും കഴിയില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മൗനം വാചാലം എന്ന് പറഞ്ഞ മാതിരി അദ്ദേഹം അതിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു സിനിമാക്കാരൻ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, ഒരു സിനിമ എടുക്കുമ്പോൾ ഒരു കുടുംബ സിനിമ എന്തിരിക്കട്ടെ, അച്ഛൻ അമ്മ മക്കൾ ഒക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തരും സംസാരിക്കുമല്ലോ. ആ സംസാരിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് ഈ കഥാകാരനുണ്ടല്ലോ, എഴുതുന്ന നോവലിസ്റ്റ് ആദ്യം മനസ്സിൽ ഉൾക്കൊള്ളണം. അതായത് നീ എന്തിനാ അവിടെ പോയത് എന്ന് വീട്ടുടമ അല്ല കഥാകാരൻ, മെയിൻ ആൾ കഥാപുരുഷൻ, വീട്ടു ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഗൃഹനായകൻ, നീ എന്തിനാ അവിടെ പോയത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിൽ ആ കഥാപാത്രം കയറിയിട്ടാണല്ലോ അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അമ്മ പറയും അതിനെന്താ കുഴപ്പം. അപ്പോൾ അദ്ദേഹം ആ അമ്മയിലേക്ക് ഒരു പരകായ പ്രവേശനം നടത്തണം ഈ എഴുത്തുകാരൻ. അപ്പോൾ കുട്ടി പറയുന്നു ഞാൻ ഇന്നലെ അച്ഛനോട് ചോദിച്ചിട്ടല്ലേ പോയത്. അപ്പോൾ അദ്ദേഹം ആ കുട്ടിയായിട്ട് മാറണം. ഞാനീ പറഞ്ഞു വരുന്നത്, ഒരു കഥയിൽ 4 or 5 കഥാപാത്രങ്ങൾ സംസാരിക്കുന്നെങ്കിൽ ആ 4 കഥാപാത്രങ്ങളിലേക്കും ഈ എഴുത്തുകാരൻ കടന്നു കയറണം. എന്നിട്ട് തിരക്കഥയിൽ സംവിധാനത്തോടൊപ്പം ഈ കഥാകാരൻ ഇത് വായിച്ച് കേൾപ്പിക്കും, എങ്ങനെയാണ് അവർ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിൽ കൂടുതൽ ശബ്ദം പറയാതെ, ഡയലോഗുകൾ പറയാതെ സൈലൻ്റായിട്ട് റിയാക്ട് ചെയ്യുന്ന ചില രീതിയുണ്ട്. അതിൽ പ്രമുഖനായിരുന്നു എം ടി. അത് അദ്ദേഹത്തിൻ്റെ നോവലുകൾ വായിക്കുമ്പോൾ പിന്നീട് ഒരു സംവിധായകനായി മാറി എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രശസ്തരായ പല എഴുത്തുകാരും ഉണ്ട് കൂടുതൽ സംസാരിക്കാതെ വളരെ വളരെ കുറച്ച് മാത്രം സംസാരിച്ചുകൊണ്ട് അഭിനയങ്ങളിലൂടെ പോവുക എന്നുള്ളത്. എന്നാൽ ചില സിനിമ അങ്ങനെയല്ല. ഒരു വടക്കൻ വീരഗാഥയിൽ എം ടി കൂടുതൽ വാചാലനായി. കാരണം ചതിയൻ ചന്തു എന്നാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. ആ ചന്തുവിൽ ഒരു നല്ല മനുഷ്യനുണ്ടെന്നുള്ളത് എം ടി കണ്ടെടുത്തു. ഇപ്പോൾ വടക്കൻ വീരഗാഥ എന്ന സിനിമയിൽ പല കഥാപാത്രങ്ങളുണ്ട്. കുഞ്ഞിരാമനുണ്ട്, ഉണ്ണിയർച്ചയുണ്ട്, പാലാട്ട് കോമനുണ്ട്, കടത്തനാട്ട് മാക്കമുണ്ട്, തച്ചോളി മരുമകനുണ്ട്, തച്ചോളി ജ്യോതേനനുണ്ട്, ഇങ്ങനെ എന്തെല്ലാം കഥാപാത്രങ്ങൾ. ഇത് വടകര ഒരിക്കൽ ഞാൻ പോയപ്പോൾ ആ അമ്പലത്തിൽ ഞാൻ പോയിരുന്നു. NSSൻ്റെ കീഴിലാണ് ആ അമ്പലം. ഒരു ചെറിയ അമ്പലമാണ്, ഇപ്പോഴും NSSൻ്റെ കീഴിലാണ്. അപ്പോൾ ഈ കടത്തനാടൻ കഥകൾ ഉത്ഭവിച്ചത് ഇവിടെ നിന്നായിരുന്നു എനിക്ക് സംശയം തോന്നി. കാരണം ഇനിയും സർഗശേഷിയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ കടത്തനാടൻ കഥകൾ എഴുതാം. അവിടെ ഒരു പ്രത്യേകിച്ചൊരു സംഭവമൊന്നുമില്ല. അത് നല്ല രീതിയിൽ ഇനി എം ടിക്ക് മേലെ ഇനി ഒരാൾ എഴുതണമെങ്കിൽ അത്രത്തോളം അവർ പഠിക്കണം വെച്ചാൽ ഒരു കഥാപാത്രത്തിൽ മെനഞ്ഞെടുക്കണമെങ്കിൽ സാധാരണ പറ്റില്ല. കാരണം നേരത്തെ എഴുതി വച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് മുകളിൽ വരണം. അപ്പം മമ്മൂട്ടി സംസാരിക്കുന്ന ചില ഭാഷകൾ, ചന്തു അദ്ദേഹത്തിൻ്റെ നമുക്കിപ്പോൾ മിമിക്രിക്കാരെല്ലാം പറഞ്ഞു നടക്കുന്ന ചില ഡയലോഗുകളുണ്ട്. അതല്ല, അതിൽ കാച്ചിക്കുറിക്ക് ഡയലോഗുകൾ പറയുന്നുണ്ട്. ഈ ചന്തു സ്നേഹിച്ച പെൺകുട്ടിയും അദ്ദേഹത്തെ തള്ളിപ്പറയുമ്പോൾ അദ്ദേഹം ഡയലോഗ് പറയുന്നുണ്ട്. അത് പിൽക്കാലത്ത് ചില സ്ത്രീകൾ അതിനെപ്പറ്റി മോശമായിട്ട് ചിത്രീകരിച്ചു. കാരണം സ്ത്രീകളെ ഒന്നടങ്കം ആക്ഷേപിച്ചു എന്നാണ് സ്ത്രീകൾ പറഞ്ഞത്. പക്ഷെ അങ്ങനല്ല. അതിൽ ചന്തു പറയുന്നത് വെച്ചാൽ ചന്തുവാണ് പറഞ്ഞത്, മമ്മൂട്ടിയല്ല പറഞ്ഞത്, എം ടി അല്ല പറഞ്ഞത്. കാരണം ചിരിച്ചുകൊണ്ട് മനസ്സിലൊന്ന് കരുതിക്കൊണ്ട് പെരുമാറുന്നതാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞത് മൊത്ത സ്ത്രീകളല്ല. അതിൽ ചന്തുവിനെ സ്നേഹിച്ച് വഞ്ചിച്ച ആ സ്ത്രീയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എങ്കിലും അതുപോലെ സതയത്തിൽ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്, കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കുമരത്തിൽ എൻ്റെ കഴുത്തിൽ ആ കയറിടുമ്പോൾ ഒരു നടനെന്ന രീതിയിൽ ഞാൻ അനുഭവിച്ച അത് വേദനയാണോ അതോ എന്താണ് എന്നിലുണ്ടായിരുന്ന ആ സംഭവം എം ടിയുടെ വരികളിലൂടെ ഞാൻ വായിച്ചെടുത്തു. അത് എനിക്ക് മാത്രമേ അറിയൂ, അത് എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. കാരണം മോഹൻലാൽ 2-3 പിഞ്ചു കുട്ടികളെ നിർദ്ദയം കൊല്ലുകയാണ്. പക്ഷേ കൊല്ലുന്ന എന്തിനു വേണ്ടിയാണെന്നുള്ളത് ആ സിനിമ പറയുന്നുണ്ട്. ആ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ എം ടിക്ക് മാത്രമേ കഴിയുള്ളൂ. ഒരുപക്ഷെ അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ മോഹൻലാലിന് മാത്രമേ കഴിയുള്ളൂ. ഒരു വടക്കൻ വീരഗാഥയിൽ ചന്തുവിനെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ളത് മമ്മൂട്ടിയാണെന്ന് ഹരിഹരൻ സാറിനും എം ടിക്കും തോന്നിയിട്ടുണ്ടാവും. ശരിയാണത്, 100% ശരിയാണ്. അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ. എം ടി പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ചു. 4-മനാണ്, ആൺമക്കളെ 4-മനാണ് വാസുദേവൻ. എം ടി എന്നുള്ള കുടുംബപ്പേരാണ്.
അതായത് അദ്ദേഹം എം ടി വാസുദേവൻ നായർ എന്നുള്ള പേരിൽ അറിയപ്പെടാനതിന് മുമ്പ് എം ടി എന്നുള്ള പേരിൽ തന്നെ അദ്ദേഹം പേരെടുത്തു കഴിഞ്ഞു. അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് 21ാമത്തെ വയസ്സിൽ അദ്ദേഹം ചെറുകഥ എഴുതിയിട്ട് പ്രശസ്തനാവുന്നത്. പിന്നീട് മാതൃഭൂമിയുടെ ചെറുകഥാ മത്സരത്തിൽ അദ്ദേഹം എഴുതിയ ചെറുകഥയ്ക്ക് വളർത്തുമൃഗങ്ങൾ അതിന് പുള്ളിക്കാരന് സമ്മാനം കിട്ടി, അവാർഡ് കിട്ടി. അതിനുശേഷം 3 വർഷത്തിന് ശേഷം അദ്ദേഹം മാതൃഭൂമിയിൽ സഹപത്രാധിപരായി. അതെല്ലാം കാലം തെളിയിച്ചാണ്. ഇത്രയും എനിക്ക് എം ടിയെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയാവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് എന്നുള്ള സിനിമ, സൗത്ത് ഇന്ത്യൻ ഫിലിം നിർമ്മാതാക്കളുടെ സംഘടനയുണ്ടല്ലോ, അവരുടെ ഒരു സംഘടനയാണ് സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്. അവിടെ മുമ്പത്തെ കാലത്ത് ഈ രജനീകാന്തും ശ്രീനിവാസനും ചിരഞ്ജീവിയൊക്കെ അഭിനയിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നത്. ഞാനവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ അയച്ചതും എനിക്ക് സെലക്ഷൻ കിട്ടിയതൊക്കെ. ഞാൻ അഭിനയിച്ചില്ല. അപ്പോൾ ആ തിയേറ്ററിലായിരുന്നു എം ടിയുടെ നിർമ്മാല്യം കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായത്. നിർമ്മാല്യം മാത്രമല്ല, എം ടി എന്ന ഞാൻ മനസ്സിൽ ആരാധിച്ചിരുന്ന പ്രഗത്ഭനായ ഒരു സാഹിത്യകാരനെ, കഥാകാരനെ, നോവലിസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, നേരിൽ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതെങ്ങനെ വെച്ചാൽ, ഞാൻ മദ്രാസിൽ സഹസംവിധായകനാകുന്നതിന് മുമ്പ് TH കോടമ്പുഴ എന്നൊരു പത്രപ്രവർത്തൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. TH കോടമ്പുഴ അന്ന് സിനിരമ എന്ന പത്രത്തിൻ്റെ, അതായത് സിനിമ ഒരു പ്രസിദ്ധീകരണമുണ്ട് കൊല്ലത്ത് നിന്ന് ആരംഭിക്കുന്ന, CPIയുടെ ഒരു പത്രമാണ് ജനയുഗം. അതിൻ്റെ ഒരു സിനിമാ പ്രസിദ്ധീകരണമാണ് സിനിരമ. കാമ്പശ്ശേരി കരുണാകരനായിരുന്നു അതിൻ്റെ പത്രാധിപർ. അദ്ദേഹത്തിൻ്റെ മദ്രാസ് ലേഖകനായിരുന്നു TH കോടമ്പുഴ. പിന്നീട് നാനയിലും മധുവൈപ്പന, പിന്നീട് ബാലേന്ദ്ര മേനോനൊക്കെ വന്നതുപോലെ സിനിരമ എന്നൊരു സ്റ്റാൻഡേർഡ് സിനിമാ പത്രത്തിൻ്റെ മദ്രാസ് ലേഖകനായിരുന്നു TH കോടമ്പുഴ. കോടമ്പുഴ എന്ന് പറയുന്നത് കോഴിക്കോടുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് MT വാസുദേവൻ നായർ. അതാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ MT മദ്രാസിൽ വരുമ്പോഴൊക്കെ THനെ വിളിക്കും, TH കോടമ്പുഴ വിളിക്കും. TH എന്നാണ് പുള്ളി വിളിക്കുന്നത്, ചിലപ്പോൾ കോടമ്പുഴ എന്ന് വിളിക്കും. അദ്ദേഹത്തിൻ്റെ പേര് ഹസൻകുട്ടി എന്നാണ്, ഹസൻകുട്ടി, ഹസൻകുട്ടി എന്നാണ് പേര്. TH കോടമ്പുഴ. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വീട് ഫറോക്കിലാണ്, ഇപ്പോൾ ഇല്ല. അദ്ദേഹത്തിൻ്റെ 3 പെൺമക്കൾ, ഒന്ന് റഹന, പിന്നെ സ്വപ്ന, പിന്നെ ശാലീന. റഹന പിൽക്കാലത്ത് MTയുടെ റെക്കമെൻഡേഷനിൽ മാതൃഭൂമിയിൽ ഫിലിം സെക്ഷനിൽ വർക്ക് ചെയ്തിരുന്നു. അതിന് മുമ്പ് TH കോടമ്പുഴ സിനിമ നിർത്തിവെച്ചപ്പോൾ മദ്രാസിൽ താമസിക്കാതെ അദ്ദേഹത്തിൻ്റെ MTയുടെ വാത്സല്യപൂർവ്വമുള്ള ക്ഷണപ്രകാരം കോടമ്പുഴ തിരിച്ച് കോഴിക്കോട് ചിത്രഭൂമിയിൽ പോയിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം, മദ്രാസിൽ ഒരുവിധം നന്നായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാസവരുമാനം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് MT അത് ദൂരക്കാഴ്ചയായിട്ട് കണ്ടു എന്നെനിക്ക് TH കോടമ്പുഴ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹലാളനങ്ങൾ ഏറ്റവും ആവശ്യം പോലെ അനുഭവിച്ചൊരു വ്യക്തിയായിരുന്നു TH കോടമ്പുഴയും അദ്ദേഹം കുടുംബവും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ റഹന TH കോടമ്പുഴ മരണശേഷം MTയുടെ റെക്കമെൻഡേഷനിൽ ഈ മാതൃഭൂമിയിൽ ചിത്രഭൂമിയിൽ വർക്ക് ചെയ്തു. ഇപ്പം റഹന ഇപ്പം വർക്ക് ചെയ്യുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ്. ഞാൻ കോഴിക്കോട് പോകുമ്പോൾ അവർ കുടുംബത്ത് പോകാറുണ്ട്. TH കോടമ്പുഴയുടെ ഭാര്യയെ കാണാറുണ്ട്. പിന്നെ രണ്ടാമത്തെ നമ്മൾ സ്വപ്ന സൗദി അറേബ്യയിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറാണ്. മൂന്നാമത്തെ ഒരു ശാലീന, അവൾ ഫറൂഖ് കോളേജിൽ കെമിസ്ട്രി പ്രൊഫസറാണ്. അവരുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ കാരണം, അദ്ദേഹത്തിൻ്റെ മുൻകരുതലുകൾ ഈ കുടുംബത്തിനും എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ കോടമ്പുഴ എപ്പോഴും എന്നോട് വാതോരാതെ സംസാരിക്കുക. ഒരിക്കൽ എന്നോട് പറഞ്ഞു, സാജൻ, തനിക്ക് വേണമെങ്കിൽ ഞാൻ MT എന്നൊരു കഥ വാങ്ങിച്ചു തന്നാലോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ് പറ്റില്ല, കാരണം MTയുടെ രീതിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചിത്രങ്ങൾ, എൻ്റെ തിരക്കഥകൾ സംവിധാനം ചെയ്യുന്ന ആൾ ആരാണെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം അങ്ങനെ നോക്കിയ ആൾക്കാരൊക്കെ കൊടുക്കുള്ളൂ. കാരണം എൻ്റെ സിനിമകൾ ഒരിക്കലും MTയുടെ സിനിമകളോടൊപ്പം പോകുന്നൊരു സിനിമയായിരുന്നില്ല. കാരണം ഒരു കമേഴ്സ്യൽ എലമെൻറ്റ്സ് കൂടെ ഞാൻ നോക്കി കണ്ടുകൊണ്ട് 3-4 അടിയും പാട്ടും കോമഡിയും ഒക്കെ ഉൾപ്പെടുത്തി ഒരു കൊമേഴ്സ്യൽ സിനിമ എടുക്കുന്നതാണ് എൻ്റെ താല്പര്യമെന്ന് വിജയ മൂവീസിന് നന്നായിട്ടറിയാം. വിജയ മൂവീസിൻ്റെ ഏതാണ്ട് 10 ചിത്രങ്ങൾ ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ 8 സിനിമകളിലും മമ്മൂട്ടിയായിരുന്നു നായകൻ. 2 സിനിമകളിൽ മോഹൻലാലും ഉണ്ടായിരുന്നു. മോഹൻലാൽ ഒരു സിനിമയിൽ മാത്രമേ വിജയ മൂവീസിലുള്ളൂ. പിന്നെ വേറെ സിനിമ ഗീതം, അതിൽ മമ്മൂട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ രീതി അതായിരുന്നില്ലെങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, അല്ല, MT അങ്ങനല്ല, നല്ല സിനിമകളിൽ എടുക്കുന്ന ആളിനെ അദ്ദേഹം കൊണ്ടുവരാറുണ്ട് എന്ന് പറഞ്ഞു. എങ്കിലും എനിക്ക് ധൈര്യം പോരാ. കാരണം ഞാൻ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന്, MT നിന്ന് എന്തെങ്കിലും നോ എന്നൊരു അഭിപ്രായം കേട്ടാലോ എന്നൊരു വിഷമം ഉണ്ടായാലോ എന്ന് കരുതി ഞാൻ മനഃപൂർവ്വം വേണ്ടെന്ന് തന്നെ പറഞ്ഞു, സ്നേഹപൂർവ്വം. എങ്കിലും
നിർമ്മാല്യ സമയത്ത് അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടു. പിന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാനൊന്നും ആയില്ല. കാരണം ഞാൻ എം ജിയുടെ മുന്നിൽ ടി എച്ച് കോടമ്പയുടെ മുമ്പിൽ ഒരു നിഴൽ പോലെ ബെല്ലായിരുന്നു. പിന്നീട് സഹസംവിധാനായിരുന്നപ്പോൾ ചില സമയത്ത് ശങ്കരൻ നായർ സാറിനോടൊപ്പം ഞാൻ എം ജിയെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം താമസിക്കുന്നത്, എല്ലാ സിനിമാക്കാരും താമസിക്കുന്നത് മദ്രാസിലെ വുഡ്ലാൻഡ്സ് ഹോട്ടലിലാണ്. ഇദ്ദേഹം താമസിക്കുന്നത് സവേര ഹോട്ടലിലാണ്. അതെന്തോ തിരക്കെന്ന് ഒഴിവാകാനാണോ എന്നൊന്നും അറിയില്ല. അദ്ദേഹം സവേര ഹോട്ടലിലാണ് കൂടുതൽ താമസിക്കുന്നത്. പിന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ളത് അദ്ദേഹം മുമ്പ് താമസിച്ചിരുന്നത് വുഡ്ലാൻഡ്സിലായിരുന്നു എന്നും പിന്നീട് അദ്ദേഹത്തിന് എന്തോ അസുഖം ബാധിച്ച സമയത്ത് വിജയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ബ്ലഡ് കമ്മിറ്റി ആയിരുന്നു. അത് പ്രേംനസീർ സാർ അറിഞ്ഞുകൊണ്ട് അവിടെ പോയി അത് സന്ദർശിച്ചു. ഒരു ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ എം ടി അത് വേണ്ടാന്ന് പറയുകയും, പക്ഷേ അങ്ങനല്ല, ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നസീർ സാറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അത് ഓപ്പറേഷൻ നടത്തുകയും സുഖം പ്രാപിക്കുകയും ചെയ്തതൊക്കെ പിന്നീട് എനിക്കറിയാം. പക്ഷേ അതിൻ്റെ അന്നത്തെ ഒരുപക്ഷെ ഭീമമായ ബില്ലിനെ ഓർത്തായിരിക്കാം എം ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് കോടമ്പുഴ പറഞ്ഞു. പക്ഷേ നസീർ സാറ് കംപ്ലീറ്റ് അവിടുത്തെ അഡ്മിറ്റ് ചെയ്ത് റീചാർജ് ചെയ്ത് അദ്ദേഹം മാത്രമല്ല ഉടനെ നാട്ടിൽ പോകണ്ട എന്ന് കരുതി സവേര ഹോട്ടലിൽ താമസിക്കാൻ ഏർപ്പാട് എന്ന് പറയുന്നത്. കാരണം അതാണ് ഞാൻ സവേര ഹോട്ടലിൽ പറഞ്ഞത്. എം ടിയെ കാണാൻ മിക്കവാറും നാട്ടിൽ നിന്നും സിനിമാ ബൃന്ദങ്ങളിൽ നിന്നും എപ്പോഴും ഒരു ഒഴുക്കുണ്ടാവും. അപ്പോൾ ജനങ്ങളുടെ, അതായത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്നുള്ള സ്നേഹമസൃണമായ ഈ സമ്മേളനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കാം നസീർ സാറ് ഈ ഇത്രയും വലിയൊരു സ്റ്റാർ ഹോട്ടലിൽ, സവേര ഹോട്ടലിൽ താമസിക്കാൻ ഏർപ്പാടാക്കിയത് എന്ന് ടി എച്ച് കോടമ്പുഴ എന്നോട് പറഞ്ഞ് എനിക്കറിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് വിലപ്പെട്ടതാണ്. പിന്നീട് ഞാൻ 1-2 തവണയൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. കാരണം എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു ഭയമാണ്. ഭയമെന്ന് വെച്ചാൽ ആരാധനാമൂർത്തൊരു ഭയമില്ലേ, അതുപോലെയായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ കൂടുതൽ എം ജിയെക്കുറിച്ചൊന്നും പറഞ്ഞ് നിങ്ങൾ മുഷിപ്പിക്കുന്നില്ല. കാരണം എം ജിയെക്കുറിച്ച് ആരാണ് അറിയാത്തത്? ആപാല വൃദ്ധ ജനങ്ങൾക്കും അറിയാം. ഇന്ന് ഈ ടി വി എന്നുള്ള മാധ്യമം മീഡിയ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വായിക്കുന്ന മുഴുവൻ ഏറ്റവും കൂടുതൽ എം ജിയുടെ നോവലുകളായിരിക്കും. അതിൽ ജീവിത ഗന്ധിയുണ്ട്. ജീവിതം എന്ന് പറയുന്നത്, നമ്മൾ ഒരു സിനിമാക്കാരനാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും എം ജിയുടെ എല്ലാ നോവലുകളും വായിച്ചിരിക്കും, ചെറുകഥകൾ വായിച്ചിരിക്കും. അത് നിർമ്മാല്യത്തിൽ അദ്ദേഹം ഒരിക്കൽ കോടമ്പുഴ പറഞ്ഞറിയുന്നതാണ്. അദ്ദേഹം സാധാരണ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചെറിയ ലഘുവായ സീനുകളാണ് നമ്മൾ എടുത്തു തുടങ്ങുന്നത്. പിന്നീട് മെല്ലെ മെല്ലെ കുറച്ച് ഹാർഡായിട്ടുള്ള സീൻസുകളും ഒരുപാട് ടഫായിട്ടുള്ള സീൻസുകളിലേക്ക് ഞങ്ങൾ പിന്നെയാണ് ഒന്ന് ആവുന്നത്. അപ്പോഴേ നമ്മളൊന്ന് റെഡി ആവുള്ളൂ മാനസികമായിട്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞത് എം ടി അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണല്ലോ, സംവിധാനമാണല്ലോ നിർമ്മാല്യം. ആ നിർമ്മാല്യം പുള്ളി എന്തെന്ന് വെച്ചാൽ, ആദ്യം അത് പി ജെ ആൻ്റണിക്ക് പകരം ആ റോൾ നിശ്ചയിച്ചിരുന്നത് ശങ്കരാടിച്ചേട്ടനായിരുന്നു. ശങ്കരാടിച്ചേട്ടനെ കഥ ഉൾക്കൊണ്ട് പറഞ്ഞു എം ടിയെ പുള്ളി വിളിക്കുന്ന വാസു എന്നാണ്. അവിടെ സ്നേഹമുള്ള ആൾക്കാരെല്ലാം വാസു എന്നേ വിളിക്കുള്ളൂ. എം ടിന്ന് നമ്മളിപ്പോൾ ഉള്ള ആൾക്കാർ എം ടി സാറ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണല്ലോ നമുക്ക്. വാസുവേട്ടൻ എന്ന് വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് വാസുവേട്ടൻ എന്ന് വിളിക്കാനുള്ള അടുപ്പമില്ല. എനിക്ക് എം ടി സാർ എന്നൊക്കെ പറയാനേ ഉള്ള അടുപ്പം എനിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് ശങ്കരാടി സാർ പറഞ്ഞത്, ഇത് ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇതിലുള്ള ആ പാത്ര സൃഷ്ടിയിൽ ഇന്ന് മലയാളത്തിൽ ഒരേ ഒരു നടനേ ഉള്ളൂ, അത് പി ജെ ആൻ്റണിയാണെന്ന് പറഞ്ഞു. അത് എം ടി സാറിനൊരു പുതിയ അറിവായിരുന്നു. ഒരു നടനിൽ നിന്ന് വേറൊരു നടനിലേക്ക് റെക്കമെൻഡ് ചെയ്യുക, പറയുക എന്ന് പറയുന്നത് ശങ്കരാടി സാറിൻ്റെ ആ മനസ്സ് നോക്കണം. മറ്റ് വേറെ ആരായിരുന്നെങ്കിൽ എം ടിയുടെ ഈ കഥാപാത്രത്തിന് ഞാൻ ചെയ്യാം എന്നല്ലേ പറയുള്ളൂ. അതല്ല, ശങ്കരാടി ചേട്ടൻ പറഞ്ഞത് ഇത് ചെയ്യാൻ പറ്റിയ ഒരാളെന്ന് മലയാള സിനിമയിൽ പി ജെ ആൻ്റണിയേ ഉള്ളൂ. തികച്ചും ശരിയായിരുന്നു. പി ജെ ആൻ്റണി എന്ന് വെച്ചാൽ അദ്ദേഹം പല ദിവസങ്ങൾ ആഹാരം കഴിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് കോടമ്പുഴ. വാസുവേട്ടൻ പറഞ്ഞ അറിവാണ്. ഞാൻ സ്നേഹമുള്ള സിംഹം ചെയ്യുമ്പോൾ ആദ്യം എം ഡി അജയ് ഘോഷിൻ്റെ മലയാള മനോരമ എന്ന കഥയാണ് സ്നേഹമുള്ള സിംഹം. അത് നമ്മുടെ കുടുംബത്തിൽ, പ്രൊഡ്യൂസറുടെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ വൈഫൊക്കെ വായിച്ചിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ്. അങ്ങനെയാണ് ഞാനത് വായിക്കുന്നത്. വായിക്കുമ്പോൾ അതിൽ നമ്മൾ കാണുന്ന കഥാപാത്രം വൈശാഖൻ മമ്മൂട്ടിയാണ്. അതിൽ വരച്ചിരിക്കുന്ന പടവും പോലും ഇല്ലസ്ട്രേഷനൊക്കെ മമ്മൂട്ടി വെച്ചാണ് വരച്ചിരിക്കുന്നത്. അത് പക്ഷേ ആ കഥാകാരൻ്റെ മനസ്സിലങ്ങനെ ഉള്ളതുകൊണ്ടാണ് വരച്ചിട്ടുണ്ടാവുക. ഈ കഥയായിട്ട് ഞങ്ങൾ പനമ്പള്ളി നഗറിൽ അന്ന് മമ്മൂട്ടി താമസിക്കുന്ന അവിടെയായിരുന്നു. കഥ പറഞ്ഞപ്പോൾ മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ചെയ്യില്ലെന്ന് പറഞ്ഞു. കാരണം 24 മണിക്കൂറും ചാരായം അടിച്ച് കണ്ണും ചുവപ്പിച്ച് നടക്കുന്ന ഒരു വ്യക്തി, എന്താണ് നിങ്ങൾ എന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ ഫാമിലി ഓഡിയൻസ് ഒന്നും ഒരിക്കലും ഇത്തരം കഥാപാത്രത്തിൽ ഞാൻ ചെയ്താൽ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് സ്വാമിയും ഞാനും, അജയ് ഘോഷൊന്നും പറഞ്ഞില്ല. കാരണം അജയ് ഘോഷിൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മമ്മൂട്ടിയെ കണ്ടുകൊണ്ട് എഴുതിയായിരിക്കില്ല. അദ്ദേഹം നല്ലൊരു കഥ എഴുതി എന്നുള്ളതേ ഉള്ളൂ. നോവൽ നല്ല റീഡർഷിപ്പ് ഉള്ളായിരുന്ന നോവലായിരുന്നു.
പക്ഷെ മമ്മൂട്ടി ചെയ്തെന്ന് പറയുമ്പം അജയ് ഘോഷിന് ഭയങ്കര സന്തോഷമായി. കാരണം അദ്ദേഹം മമ്മൂട്ടിയെ കണ്ടുകൊണ്ട് എഴുതിയ മാതിരി തോന്നി. പക്ഷെ മമ്മൂട്ടിക്ക് തോന്നിയില്ല. മമ്മൂട്ടിക്ക് തോന്നാത്ത കാരണം എന്ന് വെച്ചാൽ അതിൽ അമിതമായിട്ട് ചാരായം അടിച്ചിട്ട് കുടുംബം നോക്കാതെ ആദ്യം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവളെ ഉപേക്ഷിച്ച് ഇപ്പം നടക്കുന്ന ഒരുത്തനായിട്ടുണ്ട്. കോളേജിൽ ലെക്ചറാണ്. മദ്യപിച്ചിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. മദ്യപിച്ച് ക്ലാസ് എടുക്കാൻ പോകുന്ന കുറച്ച് ലെക്ചറേഴ്സിനെ എനിക്കറിയാം. ഞാനും കുറച്ച് ആൾ പഠിച്ചിട്ടുണ്ടല്ലോ കോളേജിൽ ഉണ്ട്. അത് നല്ലൊരു ക്ലാസ്സിലൊക്കെയും ചെയ്യും ചിലർ. പക്ഷേ അത് മമ്മൂട്ടിക്ക് സ്വീകാര്യമല്ല. പക്ഷേ കൺവിൻസ് ചെയ്യിച്ചു. മമ്മൂട്ടിയെ ഓരോ രീതിയിലും സ്വാമിയും ഞാനും പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചു. മമ്മൂട്ടി ആ റോള് ചെയ്യാൻ സംഭവിച്ചു. പിന്നീട് സംഭവം അറിയുന്നത്, മമ്മൂട്ടി കഥാപാത്രമായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 3-4 ദിവസം ഡേറ്റ് വാങ്ങിയിട്ട് വന്ന് താമസിക്കുന്ന തിരുവനന്തപുരത്ത് പുള്ളി പങ്കജിലാണ്. പുള്ളി നേരത്തെ വന്ന് 4 ദിവസം വരെ ഷേവ് ചെയ്യാതെ ആ പങ്കജ് വട്ടം താമസിച്ചു. നല്ല തിരക്കുള്ള സമയമാണ്. ഒരു വർഷം 35-36 സിനിമ അഭിനയിക്കുന്ന കാലഘട്ടത്തിലാണ് മമ്മൂട്ടിയുടെ ഒരു ദിവസം തന്നെ 3 സിനിമ അഭിനയിക്കുന്ന കാലഘട്ടങ്ങളിൽ മമ്മൂട്ടി 3-4 ദിവസം ഈ വൈശാഖനാകാൻ വേണ്ടി ഞങ്ങളോട് പറയാതെ ഷേവ് ചെയ്യാതെ പരുക്കനായിട്ട് മുഖം ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി രഹസ്യമായിട്ട് പങ്കജ് വട്ട് താമസിക്കുന്നു. 4-ാം ദിവസം മമ്മൂട്ടി വരുമ്പോൾ ശരിക്ക് ഒരു അയഞ്ഞ ജുബയും ഒരുമാതിരി പരുക്കൻ കതർ ഷർട്ട് ഉണ്ടല്ലോ, ജുബയും ഡ്രസ്സൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. മമ്മൂട്ടി തന്നെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യും. ആ കഥാപാത്രത്തിനുള്ള സെലക്ഷൻ എങ്ങനെയൊക്കെ ആയിരിക്കണം. ഒരു പ്രാവശ്യം CD ഷർട്ടിടാതെ ബോംബെയിൽ നിറങ്ങുന്ന CD ചരാങ്കുദ്ദീൻ, ആ ഷർട്ടിന് വാശി പിടിക്കുന്ന ആളാണ് മമ്മൂട്ടി. നല്ല പാൻസും നല്ല ഡ്രസ്സെങ്കിലും ഭയങ്കര കോൺഷ്യസാണ് മമ്മൂട്ടി. ആ ആളാണ് ഈ വൈശാഖനായിട്ടെ അയഞ്ഞ ഒരു ജുബയും അയഞ്ഞ ഒരു പാൻസും ഒരു ജീൻസ് കണ്ടാൽ കുളിക്കാത്ത രീതി തോന്നുന്ന രീതിയിൽ മുടിയും ചെയ്യാതെ വന്നത്. സത്യത്തിൽ നമ്മൾ അതിശയിച്ചു പോയി. വൈശാഖനായിട്ട് മമ്മൂട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് കേൾക്കണോ, ഞങ്ങളെല്ലാം ബ്രേക്ക് ടൈം 1 മണിക്ക് 2 മണിക്ക് ബ്രേക്ക് പറയുമല്ലോ, മമ്മൂട്ടി ഭക്ഷണം കഴിക്കില്ല. ഭക്ഷണം കഴിക്കാതെ വെറും ജ്യൂസ് മാത്രം കഴിച്ചുകൊണ്ട് കിടക്കുക. അതിലും ഉപരി എന്താണെന്ന് വെച്ചാൽ ഈ ചുണ്ടങ്ങാൻ്റെ സാധനമുണ്ട്. ഈ കഥകളിക്കാർ കണ്ണ് ചുവപ്പിക്കാൻ വേണ്ടുന്ന ചുണ്ടങ്ങ, അത് അവിടെ കഥകളി സ്ഥലത്ത് എവിടെയാണത്, വള്ളത്തോൾ, അവിടെ പോയിട്ട് ആളിൽ പുള്ളി അയച്ചു രഹസ്യമായിട്ട്. കഥകളിക്ക് വേണ്ടി കണ്ണ് ചുവപ്പിക്കാൻ വേണ്ടി ചുണ്ടങ്ങാൻ്റെ സാധനം കിട്ടുമല്ലോ, അത് വാങ്ങിക്കിട്ട് വരാൻ. മമ്മൂട്ടി അത് കൊണ്ടുവന്നിട്ട് അത് മമ്മൂട്ടി പറഞ്ഞു, ഇത് ഞാൻ കണ്ണിലിട്ട് കഴിഞ്ഞാൽ ചുവക്കും. ഇത് ചുവന്നു കഴിഞ്ഞാൽ നല്ല തക്കാളിപ്പഴമാരിരിക്കും. അതുകൊണ്ട് കണ്ണ് ചോക്കാത്തിരിക്കുന്ന സീൻസൊക്കെ ഉണ്ടെങ്കിൽ എന്നെ നേരത്തെ എടുക്കുക. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറങ്ങി കുളിച്ച ശേഷമേ കണ്ണ് വെളുക്കുള്ളൂ. ഒരു 24 മണിക്കൂറാകും. അപ്പോൾ അതുവരേക്കും മമ്മൂട്ടി ആ കഥാപാത്രത്തിനോട് ഇൻവോൾവായി എന്ന് പറയാനാണ് ഞാൻ ഇത്രയും വളച്ചു കെട്ടി പറഞ്ഞതും മറന്നുപോകാതെ പറഞ്ഞതും. അതുപോലെ ഞാൻ പറഞ്ഞത് സതയത്തിൽ മോഹൻലാലിൻ്റെ കാര്യവും, അതുപോലെ ഓരോ കഥാപാത്രങ്ങളിലും മമ്മൂട്ടി വടക്കം വീരഗാഥയിൽ മമ്മൂട്ടി ചെയ്യുമ്പോൾ മമ്മൂട്ടിയിലാണ് ഇദ്ദേഹം കണ്ടുള്ള കഥാപാത്രം. ഒരിക്കൽ MT തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരെയും കണ്ടുകൊണ്ടല്ല കഥ എഴുതുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ആദ്യകാലങ്ങളിൽ പ്രേരണസ്ഥിരായിരുന്നു. പിന്നീട് മമ്മൂട്ടിയുടെ ഈ ശബ്ദം വേലിയിറക്കും പോലെ ഏറ്റക്കുറച്ചുകൾ പറഞ്ഞ് ഭയങ്കരമായിട്ട് വ്യത്യസ്തമായ രീതിയിൽ മോഡുലേഷൻ കൊടുക്കാൻ അപാര കഴിവുള്ള ആളാണ്. അപാര കഴിവ് തന്നെയാണെന്ന് എടുത്തു പറയാൻ കാരണം മമ്മൂട്ടി ഷൂട്ടിംഗ് സമയത്ത് ഉറക്കെ സംസാരിക്കില്ല. നമുക്ക് തന്നെ അടുത്തേക്ക് ആളുകളും കേൾക്കാൻ പറ്റില്ല. ഡബ്ബിങ്ങിൽ പുള്ളിക്കാരൻ ചെയ്യുന്ന ഏറ്റക്കുറച്ചുകൾ അപാരം തന്നെയാണ്. അപ്പോൾ അത് ഒരിക്കൽ MT തന്നെ പറയുകയുണ്ടായി, എൻ്റെ കഥാപാത്രങ്ങൾ ഞാൻ മമ്മൂട്ടിയെ കണ്ട് എഴുതുന്നതല്ലെങ്കിലും ചിലപ്പോൾ മമ്മൂട്ടി ശബ്ദം എൻ്റെ കർണപഥങ്ങളിൽ അലയടിക്കാറുണ്ടെന്ന്, അദ്ദേഹം കേൾക്കാറുണ്ടെന്ന്, മമ്മൂട്ടിയാണ് ഈ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ എഴുത്ത് ആ രീതിയിലേക്ക് തിരിയില്ലേ. അങ്ങനെ ഏതായാലും മമ്മൂട്ടിയിൽ പുള്ളിക്കാരൻ്റെ കഥാപാത്രങ്ങളെ ആവേശിപ്പിച്ചെടുക്കും എന്ന് പുള്ളി പറയാറുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ MT-യെക്കുറിച്ച് വാചാലുണ്ടാവും. ആവാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ കുറേ നമ്മൾ പത്രങ്ങളിൽ വായിച്ചു, അല്ലാതെ തന്നെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. 1973 മികച്ച ചിത്രം നിർമ്മാല്യം, 1989 മികച്ച തിരക്കഥ ഒരു വടക്കൻ വീരഗാഥ, 1991 മികച്ച തിരക്കഥ കടവ്, അതേ വർഷം തന്നെ പ്രാദേശിക ചിത്രം കടവ്, 1992 മികച്ച തിരക്കഥ സതയം, 1994 തിരക്കഥ പരിണയം, 2000 പരിസ്ഥിതി ചിത്രം ഒരു ചെറുപുഞ്ചിരി. പിന്നെ കുറേ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പുള്ളിക്ക് കിട്ടി. അതും ഞാൻ പറയാം. ഓളവും തീരവും, നിർമ്മാല്യം, ബന്ധനം, ഓപ്പോൾ, തൃഷ്ണ, വളർത്തുമൃഗങ്ങൾ, ആരൂഢം, അനുബന്ധം, പഞ്ചാഗ്നി,
നഖക്ഷതങ്ങൾ, അമൃതംഗമയ, ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ, കടവ്, സുഹൃതം, പരിണയം, ദയ, ഒരു ചെറുപുഞ്ചിരി, പഴശ്ശിരാജ, ഇങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു മഹാപ്രതിഭയാണ് എം ടി. ഇനി അത് അനവധിയുണ്ട്. പുള്ളിക്കാരന് JC ഡാനിയൽ അവാർഡ് കിട്ടിയത്, പുരസ്കാരം കിട്ടിയത്, അതായത് മികച്ച മലയാള മികച്ച സിനിമയ്ക്കുള്ള സംഭാവന, ഏറ്റവും വലിയ പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. അതെല്ലാം നേടിയ ആളാണ്. പിന്നെ സാഹിത്യ ലോകത്ത് പുള്ളിക്കാരന് എണ്ണപ്പെട്ട പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ആളാണ്. അത് പറയാൻ തോന്നിയാൽ ഇന്ന് എൻ്റെ ഇവിടെ കൊണ്ടൊന്നും പറഞ്ഞ് തീരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പരത്തി പറയുന്നില്ല. ഈ എം ടി ഒരു ഭാഗ്യവാനാണ്. അച്ഛനമ്മമാരുടെ ആൺമക്കളിൽ 4ാമൻ വാസുദേവൻ. പാലക്കാട് വിക്ടോറിയ കോളേജിൽ വിദ്യാർത്ഥിയായപ്പോൾ ആദ്യ പുസ്തകം വന്നു, രക്തം പുരണ്ട മൺതരികൾ എന്നാണ് അദ്ദേഹം ആദ്യം എഴുതിയത്. 2 കൊല്ലം കഴിഞ്ഞ് കഥയ്ക്ക് വലിയ സമ്മാനം ലഭിച്ചു. മാതൃഭൂമി നടത്തിയ ചെറുകഥാ മത്സരത്തിൽ അദ്ദേഹത്തിന് നല്ല പുരസ്കാരം ലഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 21. അപ്പം നമ്മളത് ആലോചിക്കണം. 3 കൊല്ലം കഴിഞ്ഞ് മാതൃഭൂമിയിൽ സഹപത്രാധിപരായി. പിന്നെ പുസ്തക രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ 4 കെട്ടാണ്. അത് ഞാൻ 4 കെട്ട് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അങ്ങനെ 4 കെട്ട് വായിക്കുമ്പോഴാണ് ഈ ഓരോ കഥാപാത്രങ്ങളുടെ വേദനകൾ അറിഞ്ഞു. അതായത് കൂടുതൽ സംസാരിക്കാതെ, വാചാലമാവാതെ ചില സ്ത്രീ കഥാപാത്രങ്ങളുടെ വിഷമം മനസ്സിൽ ഒതുങ്ങുന്നത് ഈ എം ടിയുടെ നോവലിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. കൂടുതൽ സംസാരിക്കാതെ. അപ്പോൾ ഞാനൊരു സിനിമാക്കാരനായിരുന്നില്ല എങ്കിലും സൈലൻ്റായിട്ട് നമ്മൾ ആ മനസ്സിൽ കാണുന്ന, ഒരു പക്ഷേ ആ കാലത്ത് നമ്മൾ ശാരദയിലൊക്കെയാണ് നമ്മൾ കാണുന്നതെന്ന്. ദുഃഖപുത്രിയാണല്ലോ ഷീല. ഗ്ലാമറായിട്ടും പ്രേണശീല സാറോടുണ്ട് അഭിനയിക്കുന്ന ആ രീതിയിൽ അങ്ങ് പോകുമ്പം, എങ്കിലും ഷീല ഒരു പെണ്ണിൻ്റെ കഥയിലൊക്കെ അഭിനയിച്ച് കിടുക്കി കളഞ്ഞില്ലേ. എങ്കിലും ജനങ്ങൾ അന്ന് ഇഷ്ടപ്പെടുന്നത് എൻ്റെ പ്രായത്തിലൊക്കെ അന്ന് പ്രേണശീല ജോഡികളാണ്. എങ്കിലും നമ്മുടെ ശാരദ ദുഃഖപുത്രി, അതിലൊക്കെ നമ്മൾ ഇരട്ടിഞ്ഞാത്മാവ് കാണുമ്പോഴുണ്ടല്ലോ, നസീർ സാറിൻ്റെ ഏറ്റവും ഒരു ചിത്രമല്ലേ ഇരട്ടിഞ്ഞാത്മാവ്. അതിൻ്റെ കഥാകാരനാരാണ്? എം ടി അല്ലേ. അസുരവത്ത് ഗോവിന്ദൻ എന്ന കഥാപാത്രം എം ടി അല്ലേ. എം ടി ഒരു കാലത്ത് നസീർ സാറിനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും എനിക്ക് അഭിനയം മനസ്സിലുണ്ട്, അത് പുറത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് കൂടുതൽ തന്നിട്ടുള്ളത് എം ടിയുടെ കഥാപാത്രങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇരട്ടിഞ്ഞാത്മാവ് ഭാസ്കർ മാഷ് സമീപിക്കുമ്പോൾ അന്ന് ഒരു പക്ഷേ നസീർ സാർ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലാണത്, പക്ഷേ ഞാൻ ചെയ്താൽ അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? കാരണം വേലായുധൻ എന്ന കഥാപാത്രം എം ടി ഉൾക്കൊള്ളത് എത്രത്തോളം വരുമെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഇതേ അബ്ദുൽ ഖാദറാണ് തിരുവനന്തപുരത്ത് നാടക മത്സരം, ഏകാംഗ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയതെന്ന് മധുസാർ പറഞ്ഞിട്ടുണ്ട്. അതായത് അന്നത്തെ പ്രഗത്ഭമതികളായ ആൾക്കാർ മാർക്കിടാൻ നിന്നപ്പം SB കോളേജിൽ പഠിച്ചൊരു പയ്യൻ അബ്ദുൽ ഖാദർ വന്നിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ഏകാംഗ അഭിനയത്തിൽ നല്ല അഭിനയത്തിന് വാങ്ങിയ ആളാണ് ഈ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ പ്രേണശീലൻ. അദ്ദേഹം പറയുകയാണ്, എം ടിയുടെ ഈ കഥാപാത്രം ഉൾക്കൊള്ളാൻ എനിക്ക് അത്ര ശേഷിയുണ്ടോ എന്ന്. പക്ഷേ എം ടിയുടെയും ഭാസ്കരൻ മാസ്റ്ററുടെയും വിൻസെൻ്റ് മാസ്റ്റർ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ടാണ് നസീർ സാർ ആ റോൾ ചെയ്തതും 100% നീതി പുലർത്തിയില്ലേ. എം ടിക്ക് എന്ത് ഇഷ്ടമായെന്നോ. അങ്ങനെയാണ് നസീർ എന്നുള്ള പ്രതിഭയിലുള്ള കലാമൂല്യം പുറത്തേക്കെടുത്തത്. എം ടി മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് സിത്താര അമേരിക്കയിൽ വന്നു, അച്ഛനെ കണ്ടു, മടങ്ങി. പിന്നെ സിത്താരയും അശ്വതി എന്നുള്ള സ്നേഹത്തിലാണ്. ഇപ്പോൾ എം ടിയുടെ സ്വത്തുക്കളെല്ലാം ആർക്ക് പോകുമെന്നുള്ള സംശയം ജനങ്ങൾ ചോദിച്ചപ്പോൾ സിത്താര പറഞ്ഞത്രേ, എനിക്ക് ആവശ്യമായ എനിക്കും എൻ്റെ ഭർത്താവിന് ശമ്പളമുണ്ട്, ഞങ്ങളുടെ നിക്ഷേപങ്ങളെല്ലാം ബാങ്കിലാണ്. ഇവിടെ അച്ഛനുണ്ടാക്കിയത് മുഴുവൻ അശ്വതിക്കും അമ്മയ്ക്കുമാണ്, അല്ലാതെ എനിക്കതൊന്നും വേണ്ട എന്ന് പറയുന്ന ഹൃദയ വിശാലതയോടുള്ള സ്ത്രീയാണ് സിത്താര. അപ്പോൾ പൊതുവെ ജനങ്ങളെല്ലാം പറയുന്ന പോലെ എം ടി ഒരു സ്നേഹനിധിയായിരുന്ന അച്ഛനായിരുന്നില്ല എന്നൊരു തെറ്റാണ്. അമേരിക്കയിൽ പോകുമ്പോൾ മകളോടൊപ്പം ആയിരുന്നു താമസിച്ചിരുന്നത്. സ്നേഹനിധിയായിരുന്നു, കുടുംബത്തെ നോക്കിയിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളെല്ലാ കുടുംബങ്ങളിലും ചിലപ്പോൾ ചില സംശയങ്ങളും ദേഷ്യങ്ങളും പിണക്കങ്ങളും ഉണ്ടാവാറുണ്ടല്ലോ. അത് എം ടി ആയാലും ശരി, ആരായാലും ശരി ഉണ്ടാവും. ഇതിനു മുമ്പ് എത്ര കുടുംബങ്ങളിൽ ഇപ്പം കമലഹാസൻ 2-3 വിവാഹം കഴിച്ചില്ലേ, വയലാർ 1-2 വിവാഹം കഴിച്ചില്ലേ. അപ്പോൾ പ്രഗത്ഭരായ എത്ര ആൾക്കാർ കൊട്ടിഘോഷിക്കാതെ വേറെ വിവാഹം കഴിക്കുന്നുണ്ടാവും. അവരാകുമ്പോൾ വലിയ ആൾക്കാരാകുമ്പോൾ ജനങ്ങൾ 10 പേർ അറിയും. അത് നല്ലതും ചീത്തയും കണ്ടെത്തുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, TH കോടമ്പുഴയിൽ നിന്ന്
അറിവുകൾ വെച്ച് നോക്കുമ്പം MT കുടുംബസ്നേഹിയായിരുന്നു. പ്രത്യേകിച്ച് ചില ആൾക്കാർ പറയും അദ്ദേഹം ഹിന്ദുക്കൾക്കെതിരായിരുന്നു, ചിലർ പറയും മുസ്ലിങ്ങൾക്കെതിരായിരുന്നു. ഒരിക്കലുമായിരുന്നില്ല. അദ്ദേഹം സ്നേഹസമ്പന്നനായ ഒരു വിശാല മനസ്ഥിതിയുള്ള ഒരു മഹാനായ MT ആണ്. അദ്ദേഹം മൺമറഞ്ഞെങ്കിലും ഇന്ന് നമ്മോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ഇനിയും കൂടുതൽ പറയാനുണ്ട്, പക്ഷേ പറയുന്നില്ല. എല്ലാം നിങ്ങൾക്കറിയാം. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിപ്പോൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.